വീണ്ടും കോഡിംഗേറ്ററിന് മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ലാസ്റ്റിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ഫോം സബ്മിറ്റ് ചെയ്യണം, ലോഗിൻ ഫോം എങ്ങനെ സബ്മിറ്റ് ചെയ്യണം പഠിച്ചു. ഇന്ന് നമുക്ക് ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ഷൻ വേണം. അതായത് സബ്മിറ്റ് ചെയ്യണ ഫോം നമ്മൾ ആ വാല്യൂസ് ഡാറ്റാബേസിൽ പോയി ചെക്ക് ചെയ്യണം, വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് മോഡലാണ് ഉപയോഗിക്കുന്നത്. ഡാറ്റാബേസ് ഇൻട്രാക്ഷന് വേണ്ടി മോഡലാണ് ഉപയോഗിക്കുക. അപ്പോൾ മോഡൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഇതിലായി നോക്കാം. ഈ മോഡൽസ് എന്ന ഫോൾഡറിൽ പോവുക, ന്യൂ ഫയൽ എടുക്കുക. നമുക്ക് ലോഗിനാണ് നമ്മൾ കൺട്രോളർ. അപ്പോൾ അതേപോലെ തന്നെ മോഡലിൻ്റെ പേര് ലോഗിൻ തന്നെ കൊടുക്കാം. ലോഗിൻ മോഡൽ .php ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ മോഡലിൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ക്ലാസ്സാണ്, ഇതേപോലെ തന്നെ കൺട്രോളർ പോലെ ഒരു ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് ഭാഗം ഇവിടുന്ന് കോപ്പി ചെയ്യാം എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇവിടെ വരെ കോപ്പി ചെയ്തു. ഇവിടെ ഇത് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ലോഗിൻ ഇതിൻ്റെ പേര് നമ്മൾ മാറ്റിയിട്ട് മോഡലിന് കൊടുക്കണം. അത് കൺട്രോളർ പോലെ തന്നെ ക്ലാസ് ലോഗിൻ മോഡൽ. കൺട്രോളർ എങ്ങനെയാണ് ആയിരുന്നു? ക്ലാസ് ലോഗിൻ ആക്ഷൻ CI കൺട്രോളർ. ഇവിടെ ഈ CI കൺട്രോളറിന് വരെ നമ്മൾ ഇവിടെ മോഡലാണ് ഉപയോഗിക്കേണ്ടത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമ്മുടെ ഒരു മോഡൽ റെഡിയായി. ഇതിൽ ഇനി നമുക്ക് ഇതിൽ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം ഞാൻ ചെയ്യുന്നത് ഇതിൽ നമുക്ക് ഫോം സബ്മിറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസ് നമ്മൾ ഇവിടെ ഈ മോഡലിലേക്ക് എടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക് ഫംഗ്ഷൻ ഇൻപുട്ട് വാല്യൂസ്, അതായത് അവിടുന്ന് ഇൻപുട്ട് ചെയ്ത വാല്യൂസ് ആണ് ഇൻപുട്ട് വാല്യൂസ്. ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. എടുത്തു. പിന്നെ നമുക്ക് ഇത് ഒരു അറേ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ വാല്യൂസ് ഒക്കെ ഒരു അറേയിലേക്ക് സ്റ്റോർ ചെയ്യും. ഡാറ്റ ഈക്വൽ ടു അറേ. ആദ്യം നമുക്ക് ഈ ടേബിളിൽ നോക്കാം. നമുക്ക് ഏതൊക്കെ നമ്മുടെ യൂസർ ടേബിളിൽ ഏതൊക്കെ ഫീൽഡാണുള്ളത് നോക്കാം. നമുക്ക് യൂസേഴ്സ് എന്നുള്ള ടേബിൾ എടുത്തു. ഇതിൽ നമുക്ക് യൂസർ നെയിമിൻ്റെ ഇമെയിലിൻ്റെ പാസ്വേഡ്. അപ്പോൾ ഈ 3 ഫീൽഡ് മാത്രമേ നമ്മളിപ്പോൾ യൂസർ നെയിം നമുക്ക് യൂസർ രജിസ്റ്റർ ചെയ്യണമെന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ യൂസർ നെയിം വേണം, ഇമെയിൽ വേണം, പാസ്വേഡ് വേണം. അപ്പോൾ ഇൻപുട്ട് വാല്യൂസിൽ നമുക്ക് അപ്പോൾ ആ ഫോം സബ്മിറ്റ് ചെയ്യും, രജിസ്റ്റർ ഫോം സബ്മിറ്റ് ചെയ്യണം. നമുക്ക് ഈ 3 വാല്യൂസ് കിട്ടുക. യൂസർ നെയിം വേണം, ഇമെയിൽ വേണം, പാസ്വേഡ് വേണം. അപ്പോൾ അതേപോലെ അപ്പോൾ ആ വാല്യൂസ് കിട്ടുമ്പോൾ നമ്മളിവിടെ അതിൻ്റെ യൂസർ നെയിം ഫീൽഡ് നെയിം കറക്റ്റ് കൊടുക്കണം കേട്ടോ. ദിസ് ഡോട്ട് ഇൻപുട്ട് പോസ്റ്റ്. ഇതിൽ പോസ്റ്റ് ചെയ്തു. എന്താണ് വാല്യൂടെ യൂസർ നെയിം നമ്മൾ പോസ്റ്റ് ചെയ്തു. അറിയാണ് കോമയുടെ. അടുത്ത് നമുക്ക് വേണ്ടത് ഇമെയിലാണ്. ഇതേപോലെ തന്നെ ഇമെയിൽ നമ്മൾ ചെയ്യാം. ദിസ് ഡോട്ട് ഇൻപുട്ട് ഡോട്ടല്ല ആരോ ആണ്. പോസ്റ്റ് ഇമെയിൽ. ഇനി ഒരു വാല്യൂ കൂടെ നമുക്ക് പാസ്വേഡും കൂടെ ഉണ്ട്, അതും കൂടി കോപ്പി ചെയ്യാം. പാസ്വേഡ് ഇനി നമ്മൾ ഒരു ഫംഗ്ഷനല്ല ചെയ്തേക്കണേ. ഈ ഫംഗ്ഷനിൽ വാല്യൂ റിട്ടേൺ ചെയ്യണ്ടേ. പിന്നെ നമ്മൾ കൊടുത്ത് റിട്ടേൺ $ഡാറ്റ. ഈ അറേ നമ്മൾ റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ അറേയിലെ ഈ വാല്യൂ നമ്മൾ റിട്ടേൺ ചെയ്യും. ഈ ഫംഗ്ഷൻ വിളിച്ച് നമുക്ക് വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് ഈ ഡാറ്റയാണ്. അപ്പോൾ ഈ ഡാറ്റയിലുള്ള എല്ലാ വാല്യൂസാണ് യൂസർ നെയിമുണ്ട്, ഇമെയിലുണ്ട്, പാസ്വേഡുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ചെയ്ത വാല്യൂസ് ഏതൊക്കെയാണ് വാല്യൂ ഇൻപുട്ട് ചെയ്തത് അത് അവിടെ നമുക്ക് കിട്ടും. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ടേബിളിൽ പോയിട്ടൊരു ഡമ്മി യൂസറെ ക്രിയേറ്റ് ചെയ്യാം, ലോഗിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡ് ഉണ്ട്. ഞാനിവിടെ ഡമ്മി യൂസറെ ഇൻസേർട്ട് ചെയ്യാണ്. ഇൻസേർട്ട് പ്രസ് ചെയ്തു. ഇപ്പോൾ യൂസർ നെയിം നമുക്ക് കൊടുക്കാൻ അഡ്മിൻ യൂസർ എന്ന് പേര് കൊടുക്കാം. അഡ്മിൻ യൂസർ എന്നാണ് പേര് കൊടുത്തത്. ഇമെയിൽ admin@gmail.com. എന്തെങ്കിലും ഒരു ഇമെയിൽ കൊടുക്കുക, gmail.com. പിന്നെ നമ്മൾ പാസ്വേഡ് എപ്പോഴും കൊടുക്കുമ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മളത് ഹാഷ് ചെയ്ത് വേണം കൊടുക്കാൻ. അപ്പോൾ ഇവിടെ നമുക്കൊരു മെത്തേഡ് ഉപയോഗിക്കാം, MD5 എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കാം ഹാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് admin
1 2 3 കൊടുത്തു. എന്നിട്ട് ഇവിടെ ആക്റ്റീവ് യൂസർ ആക്റ്റീവാണ് 1 കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സബ്മിറ്റ് ചെയ്യണം, ഈ ഫോമിനെ സബ്മിറ്റ് ചെയ്യണം. ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ഇൻടു ഇത് എന്താ സബ്മിറ്റ് ചെയ്ത വാല്യൂ ബ്രൗസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ നമ്മുടെ അഡ്മിൻ യൂസറാണ്, യൂസർ നെയിം, ഇമെയിൽ admin@gmail.com. ഈ പാസ്വേഡ് നമ്മൾ സബ്മിറ്റ് ചെയ്ത പാസ്വേഡ് ഹാഷ് ചെയ്ത് വന്നു. MD5 മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഹാഷ് ചെയ്തിട്ട് ആ പാസ്വേഡ് നമുക്ക് കിട്ടി. കാരണം ഈ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന പാസ്വേഡ് ഒരിക്കലും ഈ ടേബിൾ ആക്സസ് ചെയ്യുന്ന ആൾക്ക് കാണാൻ പാടില്ല. വേറെ ഒരാൾ ടേബിൾ നോക്കുകയാണെങ്കിൽ അയാൾക്ക് എന്താണ് പാസ്വേഡ് നമ്മൾ കൊടുത്തതെന്ന് അവർക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഹാഷ് ചെയ്യുന്നത്. അപ്പോൾ ഹാഷ് ചെയ്ത പാസ്വേഡ് നമ്മൾ ഇട്ടു. ഇനി നമ്മൾ പോയിട്ട് മോഡലിൽ പോയിട്ട് നമുക്ക് ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഹാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മെത്തേഡ് നമ്മൾ മോഡലിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ നോക്കാം നമ്മൾ സബ്മിറ്റ് ചെയ്ത പാസ്വേഡ് കറക്റ്റ് ആണോ കിട്ടണത്. അപ്പോൾ ഞാനിവിടെ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാണ്. പബ്ലിക് ഫങ്ഷൻ എൻക്രിപ്റ്റ് പാസ്വേഡ്. അതായത് സബ്മിറ്റ് ചെയ്യണ പാസ്വേഡിനെ എൻക്രിപ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ പാരാമീറ്ററായിട്ട് പാസ്വേഡ് കൊടുത്തു. ഇനി ഇതിനെ പാസ്വേഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യുക വാല്യൂ. റിട്ടേൺ MD5 എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കുക, പാസ്വേഡ് എന്നുള്ള പാരാമീറ്റർ പാസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു വാല്യൂ നമ്മളിവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഇൻപുട്ട് ചെയ്യണം വാല്യൂ പാസ്വേഡ് കറക്റ്റ് ആണെങ്കിൽ അത് MD5 ഉപയോഗിച്ച് അതിനെ ഹാഷ് ചെയ്തിട്ട് ഡാറ്റാബേസായിട്ട് ചെക്ക് ചെയ്യും, നമ്മൾ ടേബിളായിട്ട് ചെക്ക് ചെയ്യും. അതിന് വേണ്ടിയാണ് നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് വെച്ചത്. ഇനി നമുക്ക് അടുത്ത ഫംഗ്ഷൻ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ലോഗിൻ ചെയ്യുന്ന യൂസർ സബ്മിറ്റ് ലോഗിൻ വെരിഫൈ ചെയ്യണം. ഇപ്പോൾ ഒരു വേറെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, പബ്ലിക് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനൊക്കെ നമ്മൾ ഈ കൺട്രോളറിൽ ഉപയോഗിക്കും. ഇപ്പോൾ ഈ മോഡലിലാകുന്ന എല്ലാ ഫംഗ്ഷൻസും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ വെരിഫൈ ലോഗിൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് യൂസറുടെ ലോഗിൻ നമ്മൾ വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണ്ടത്, ആദ്യം തന്നെ നമുക്ക് ഇവിടുന്ന് യൂസർ സബ്മിറ്റ് ചെയ്ത ഡാറ്റ കിട്ടണം. ഡാറ്റ ഈക്വൽ ടു എന്താണ്, നമുക്ക് ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻപുട്ട് വാല്യൂസ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാറ്റ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വെച്ചാൽ സബ്മിറ്റ് ചെയ്ത വാല്യൂസ് എല്ലാം ഈ ഡാറ്റ അറേയിലേക്ക് സ്റ്റോർ ആവും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇവിടെ വാല്യൂസ് കിട്ടും. അപ്പോൾ ദിസ് ആരോ ഇൻപുട്ട് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫംഗ്ഷനിലേക്ക് ആ ഒരു അറയിലേക്ക്, ആ അറ മുഴുവൻ നമ്മൾ ഈ ഡാറ്റ എന്നുള്ള ഇതിലേക്ക് അറയിലേക്ക്, ഒരു അറയാണ് ഈ വാല്യൂസ് അറയായിട്ട് റിട്ടേൺ ചെയ്യുന്നത്, ഇതിലേക്ക് സ്റ്റോർ ആവും. നമുക്കവിടെ ഈ വാല്യൂസൊക്കെ അവിടെ കിട്ടും. ഇനി നമ്മൾ നോക്കുക ഇനി ഓരോ കാര്യങ്ങൾ ഈ ഡാറ്റ ഈ അറയിൽ നമ്മളത് പ്രിന്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡാറ്റ എന്നുള്ള അറയിൽ യൂസർ നെയിം, ഇമെയിലും പാസ്വേഡ് ഉണ്ടാവും. പക്ഷേ യൂസർ നെയിം ലോഗിനിലില്ലാത്തതുകൊണ്ട്, നമ്മൾ ലോഗിൻ ഫോമിലില്ലാത്തതുകൊണ്ട് യൂസർ നെയിം അതിലുണ്ടായിരിക്കില്ല, വാല്യൂ ഉണ്ടായിരിക്കില്ല, യൂസർ നെയിമിൻ്റെ വാല്യൂ അതിലുണ്ടായിരിക്കും. പക്ഷേ ഇമെയിലും പാസ്വേഡും അവിടെ സബ്മിറ്റ് ചെയ്ത വാല്യൂസ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇവിടെ ഇമെയിൽ നമ്മൾ ചെക്ക് ചെയ്യണം, നമുക്ക് ഇമെയിൽ കിട്ടണ്ടേ. ഇമെയിൽ ഈക്വൽ ടു ഇപ്പം എന്താണ്, നമുക്ക് സബ്മിറ്റ് ചെയ്ത വാല്യൂ ഡാറ്റ എന്നുള്ള ഇതിലാണ്. അപ്പോൾ ഡാറ്റയിൽ ഇമെയിൽ എന്നുള്ള നമ്മൾ ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ അതിലേക്ക് സ്റ്റോർ ചെയ്യും. ഇനി നമുക്ക് വേണ്ട പാസ്വേഡാണ്. പാസ്വേഡ് നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ഇതിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത ഫംഗ്ഷൻ ഇതില്ലേ, എൻക്രിപ്റ്റ് പാസ്വേഡ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. പാസ്വേഡ് വെച്ചിട്ട് നമ്മൾ ഡാറ്റ ഈ പാസ്വേഡിനെ നമ്മൾ അതിലേക്ക് സ്റ്റോർ ചെയ്തു. എൻക്രിപ്റ്റഡ് നമ്മൾ ഈ നമ്മുടെ വേരിയബിളിലേക്ക് പാസ്വേഡ് എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത ചെയ്യാനുള്ളത് നമുക്ക് ഒരു ക്വറി വേണം. ക്വറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോർഡിനേറ്റർ ക്വറി ബിൽഡർ ഉപയോഗിക്കാം. അപ്പോൾ അതിന് ഞാൻ എഴുതാണ്, ഇതിൽ ഫംഗ്ഷൻ എഴുതാണ് ക്വറി ഈക്വൽ ടു ഒരു വേരിയബിളിലേക്ക് ക്വറി ഈക്വൽ ടു ദിസ് db ഡോട്ട് ഗെറ്റ് വെയർ ഇതിലൊരു ഫംഗ്ഷനാണത്. അപ്പോൾ db ഗെറ്റ് വെയർ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അതിൽ ആദ്യത്തെ പാരാമീറ്റർ വരുന്നത് ടേബിളിൻ്റെ പേര് വരും. പിന്നെ നമ്മൾ പാസ് ചെയ്യുന്നത് ഒരു അറേ ആയിട്ട് പാസ് ചെയ്യാം വാല്യൂസ്.
ഈ അറേയായിട്ട് വാല്യൂസ് പാസ് ചെയ്യാണ്. നമുക്ക് അറേയിൽ എന്തൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്? ഇമെയിലാണ്. ഒന്ന് ഇമെയിലാണ്. അത് നമ്മളിവിടെ മുകളിൽ സ്റ്റോർ ചെയ്ത വാല്യൂ ഉണ്ടല്ലോ ഇമെയിൽ, ആ ഇമെയിലായിട്ട് ചെക്ക് ചെയ്യാം. ഇമെയിൽ. രണ്ടാമത്തെ പിന്നെ വേണ്ടത് പാസ്വേഡാണ്. പാസ്വേഡ് അത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ പാസ്വേഡ് ഹാഷ് ചെയ്ത് വെച്ച് പാസ്വേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഇത് കൊറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ കൊറി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ യൂസർ എന്നുള്ളൊരു ഒബ്ജക്റ്റിലേക്ക്, അതായത് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റായിട്ട് ഇടാം. യൂസർ എന്നുള്ള വേരിയബിളിലേക്ക് ആ ഒബ്ജക്റ്റിനെ ഞാൻ കൊറി $കൊറി റോ, നമുക്ക് ഇതിൽ ഒരു റോ മാത്രം കിട്ടിയാൽ മതി. കാരണം എന്താണ്, ഈ ടേബിളിൽ ഒറ്റ യൂസറേ ഉണ്ടാവുള്ളൂ ഇമെയിലും പാസ്വേഡും ആയിട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോ ആ റോ മാത്രം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കൊറി this.db get where യൂസേഴ്സ് ടേബിളിൽ നമുക്ക് യൂസേഴ്സ് ടേബിളിലെ ഇമെയിലും അതേപോലെ തന്നെ ഈ ഇമെയിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്ത ഇമെയിൽ ആയിരിക്കണം. അതേപോലെ പാസ്വേഡ് നമുക്ക് കിട്ടുന്ന പാസ്വേഡ്, കൊടുത്തിരിക്കുന്ന പാസ്വേഡ്, സബ്മിറ്റ് ചെയ്ത പാസ്വേഡ്. നമ്മൾ ഈ പാസ്വേഡിനെ ഹാഷ് ചെയ്ത് വെച്ചിട്ട് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ കൊറി ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ കൊറി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വല്ല വാല്യൂ ഉണ്ടോ നോക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സെറ്റ് $user. ഈ കൊറി ബിൽഡറിനെ കൂടുതൽ പഠിക്കണമെങ്കിൽ നിങ്ങൾ കോർഡിനേറ്ററിൻ്റെ ഹെൽപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കൊറി ബിൽഡർ കൂടുതൽ അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള കൊറി ഫംഗ്ഷൻ ഇത് മാത്രമേ നമ്മൾ ബിൽഡർ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഏതൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രം. അപ്പോൾ ഈ സെറ്റ് യൂസർ, ആ യൂസർ ഉണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ നമ്മൾ വേറൊന്നും കൂടി ചെക്ക് ചെയ്യും, യൂസറുടെ ID. അങ്ങനെയാണ് ഈ യൂസർ നമുക്ക് അവിടെ യൂസർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിരുന്ന യൂസറിനൊരു ഐഡിയും കൂടി ഉണ്ടായിരിക്കും. യൂസറുടെ ID >0 ആണെന്നും കൂടി ചെക്ക് ചെയ്യും. അതായത് ഒരു യൂസർ ഉണ്ടെങ്കിൽ ആ യൂസർക്ക് ഒരു ID ഉണ്ട്, അത് >0 ആണെങ്കിൽ മാത്രമേ അത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ ഇനി നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിനെ നമ്മൾ വേറൊരു ഈ യൂസറുടെ ഈ വാല്യൂസ് എല്ലാം നമ്മൾ വേറൊരു അറേയിലേക്ക് സ്റ്റോർ ചെയ്യണം. ഇതെല്ലാം ഈ വേറൊരു അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ റിസൾട്ട് അറേ എന്ന് പറഞ്ഞ അറേ ക്രിയേറ്റ് ചെയ്യണം. റിസൾട്ട് അറേ. തുടക്കം നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ട് തോന്നും, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബിൽഡർ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ് എന്നൊക്കെ മനസ്സിലാക്കി വളരെ ഈസിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഒന്നും കൂടി ഇത് പറയാം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഇൻപുട്ട് വാല്യൂസ് എടുത്തു, നമ്മളെ മുകളിൽ ഫംഗ്ഷൻ ചെയ്തിൻ്റെ ആ വാല്യൂസ് എഴുതു, ഇമെയിൽ ലിക്ക് സ്റ്റോർ ചെയ്തു, പാസ്വേഡ് അതേപോലെ തന്നെ എൻക്രിപ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്തു. പിന്നെ ഒരു ബിൽഡർ വെച്ചിട്ട് കൊറി ക്രിയേറ്റ് ചെയ്യണം. ഈ കൊറി നമ്മൾ this.db get where, ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷനാണ് get where എന്നുള്ള ഫംഗ്ഷനാണ് ഉപയോഗിച്ചത്. ഇതിൽ യൂസേഴ്സാണ് ഫസ്റ്റ് പാരാമീറ്റർ, അതായത് യൂസേഴ്സ് എന്നുള്ളത് ടേബിളാണ് ഫസ്റ്റ് ടേബിൾ പാരാമീറ്ററായിട്ട് പാസ് ചെയ്യണം, ഫസ്റ്റ് ആ ടേബിളിൻ്റെ നെയിം. പിന്നെ നമ്മൾ ഏതൊക്കെ വാല്യൂസാണ് ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഇമെയിലും വേണം പാസ്വേഡും ചെക്ക് ചെയ്യണം, അത് ഇതിലേക്ക് പാസ് ചെയ്ത് കൊടുത്തു. എത്രയാണ് ചെയ്തത്. ഇനി നമ്മൾ അതിനുശേഷം നമുക്ക് ആ യൂസർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ഒരു ഫസ്റ്റ് റോ മാത്രം എടുത്തു, അതിൻ്റെ പർട്ടിക്കുലർ റോ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിലൊരു ഫംഗ്ഷൻ ഉണ്ട് കൊറി റോ, ഈ റോ നമ്മൾ എടുക്കണം. എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ അങ്ങനെ ഈ യൂസർ എന്നുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ യൂസറിന് ഒരു ID ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സെറ്റ് യൂസർ നമ്മൾ ചെക്ക് ചെയ്യണം, അങ്ങനെ യൂസർ ഉണ്ടോ. അങ്ങനെയാണ് ഈ യൂസറിന് അതിൻ്റെ യൂസർ ഉണ്ടെങ്കിൽ യൂസറിൻ്റെ ID >0 ആണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ഞാനിവിടെ ബാക്കിയുള്ളതൊക്കെ കുറച്ച് പേസ്റ്റ് ചെയ്യാം, കാരണം ടൈപ്പ് ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കുന്നത്. ഞാനിത് പേസ്റ്റ് ഇടാം. ഇപ്പം മുകളിൽ ഞാൻ അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, റിസൾട്ട് അറേ എന്നുള്ളത്. റിസൾട്ട് യൂസർ ലോഗ്ഡ് ഇൻ ട്രൂ. ഈ റിസൾട്ടിൽ ഞാൻ അറേയിൽ യൂസർ ലോഗ്ഡ് ഇൻ ട്രൂ ആയിട്ട് കൊടുക്കും. അതേപോലെ യൂസർ ID നമ്മൾ റിസൾട്ടിൽ നിന്നുള്ള അറേയിൽ യൂസറുടെ ID കൊടുക്കും, യൂസറുടെ ഇമെയിൽ കൊടുക്കും. പാസ്വേഡ് നമുക്ക് ആവശ്യമില്ല. യൂസർ നെയിം ഓൾറെഡി ഉണ്ട്, നമുക്ക് ടേബിളിൽ ഒരു യൂസർ നെയിം ഉണ്ടായിരിക്കും, ആ യൂസർ നെയിം നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനൊരു അറേ നമ്മൾ ഈ റിസൾട്ട് അറേ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഈ സെറ്റ് ചെയ്ത അറേ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെക്ഷനിലേക്ക് സ്റ്റോർ ചെയ്യാം. അപ്പം ഞാനത് സെഷൻ എന്തിനു വേണ്ടി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. സെഷൻ യൂസ് ചെയ്യുന്നത്
ആ യൂസറെ ട്രാക്ക് ചെയ്യാനാണ്, യൂസർ ലോഗിൻ ആണോ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്, അതേപോലെ ലോഗ് ഔട്ട് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെഷനിലേക്ക് ഇതിനെ സ്റ്റോർ ചെയ്യണം. അപ്പോൾ സെഷനിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ മോഡലിലുള്ള സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു കോർഡിനേറ്ററിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിത് ഇവിടെ റിസൾട്ടിന് താഴെ പോയിട്ട് കോർഡിനേറ്ററിൻ്റെ ഒരു ഇൻസ്റ്റൻസ് അപ്പോൾ ചെയ്ത് ക്രിയേറ്റ് ചെയ്യണം. $CI = get instance എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സെഷനിലേക്ക് ആ ഇൻസ്റ്റൻസ് വെച്ച് സെഷനിലേക്ക് സ്റ്റോർ ചെയ്യാം. ഇതിപ്പോൾ യൂസറൊക്കെ യൂസർ ID ഉണ്ട്, >0 യൂസർ ഒബ്ജക്റ്റ് ഉണ്ട് എങ്കിൽ മാത്രമേ ഇത് സെഷനിലേക്ക് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ $CI ആ മുകളിലുള്ള ഒബ്ജക്റ്റ് വേരിയബിൾ നോക്കുക, CI. ഇതിൻ്റെ സെഷൻ സെറ്റ് യൂസർ ഡാറ്റ, ഈ യൂസറുടെ ഡാറ്റ നമ്മൾ സെറ്റ് യൂസർ ഡാറ്റ, നമ്മൾ ആ സെഷനിലുള്ള യൂസറുടെ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോവാണ് റിസൾട്ട്. അപ്പോൾ നമ്മുടെ ഈ അറേ നമ്മൾ ആ സെഷനിലേക്ക് ആഡ് ചെയ്തു. സെമിക്കോളൻ ഇത് കഴിഞ്ഞു. ഇനി ഇല്ല എങ്കിൽ നമുക്ക് ഇവിടെ ഒരു എൽസ് കണ്ടീഷൻ ഉണ്ടാവില്ലേ, അങ്ങനെ ഒന്ന് ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ യൂസറുടെ ലോഗിൻ ഫോൾസ് ആണ്, നമുക്ക് അതുപോലെ തന്നെ അറേയിലൊരു വേറെ വാല്യൂ കൂടി നമ്മൾ സെറ്റ് ചെയ്യാം. ഞാനിതിവിടെ പേസ്റ്റ് ചെയ്യാം. യൂസർ ലോഗിൻ ഫോൾസ് ആണ്, അതുപോലെ റിസൾട്ട് എറർ സബ്മിറ്റ് മെയിൽ ഓർ പാസ്വേഡ് ഡസ് നോട്ട് മാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഈ എറർ ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റിട്ടേൺ ചെയ്യാം $result. ആ റിസൾട്ട് എന്നുള്ള അറിയണം നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. നമ്മൾ ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതുവരെ ചെയ്ത് ഈ വെരിഫൈ ലോഗിൻ എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ വെരിഫൈ ലോഗിൽ നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ അതിനെ ഡാറ്റ എടുത്തു, അവിടെ സബ്മിറ്റ് ആ യൂസർ സബ്മിറ്റ് ചെയ്താൽ ലോഗിൻ ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്ത വാല്യൂസ് നമുക്ക് അവിടെ കിട്ടും. ഈ ഡാറ്റ ഇൻപുട്ട് വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ആ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡാറ്റ എടുത്തു, ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്. അതിനുശേഷം നമ്മൾ ചെയ്തത് ആ ഡാറ്റയിൽ നിന്ന് നമ്മൾ ഇമെയിൽ എന്താണെന്ന് നോക്കി, പാസ്വേഡ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു, ഇതൊക്കെ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്തു. പാസ്വേഡ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വേണം, നമ്മൾ MD5 വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് ടേബിളിൽ. നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ MD5 വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്താണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് നമ്മൾ യൂസർ രജിസ്റ്റർ ചെയ്യുമ്പോൾ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇവിടെ എൻക്രിപ്റ്റ് പാസ്വേഡ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് സബ്മിറ്റ് ചെയ്ത പാസ്വേഡിനെ എൻക്രിപ്റ്റ് ചെയ്തു. ഇനി നമ്മളൊരു ക്വറി ക്രിയേറ്റ് ചെയ്യണം. അതായത് ക്വറി ഇങ്ങനെ പറയുന്നത്, സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് വേർ ഇമെയിൽ = ഇമെയിൽ, നമ്മൾ കൊടുത്ത ഇമെയിൽ, ആൻഡ് പാസ്വേഡ് = പാസ്വേഡ്, അങ്ങനെയാണ് വരിക. അപ്പോൾ അതിനു വേണ്ടി ക്വറി ബിൽഡർ ഉപയോഗിച്ചു. ദിസ് ആരോ DV ആരോ ഗെറ്റ് വെയർ എന്നുള്ള ക്വറി ബിൽഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആകെ വേണ്ടത് ഒരു റോ ആണ് ആവശ്യമുള്ളത്. ഒരു യൂസർ ഉണ്ടാവുള്ളൂ ഇമെയിലും പാസ്വേഡും മാച്ച് ചെയ്യണത്. അപ്പോൾ ആ ഒരു റോയ്ക്ക് വേണ്ടി നമ്മൾ ക്വറി റോ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചു. പിന്നെ ഈ റിസൾട്ട് നമ്മൾ കിട്ടുന്ന റിസൾട്ടിനെ നമുക്കൊരു അറേയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു അറേ പുതുതായിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്തു. റിസൾട്ട് അറേ എന്ന് പറഞ്ഞൊരു അറേ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ സെഷനിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ കോർഡിനേറ്ററിൻ്റെ ഒരു ഇൻസ്റ്റൻസും കൂടി ക്രിയേറ്റ് ചെയ്തു. അതാണ് CI = ആൻഡ് ഗെറ്റ് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ. എന്നിട്ട് ആ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഈ അറേയിലെ വാല്യൂ നമ്മൾ യൂസർ ഉണ്ട് എന്ന് നോക്കി കഴിഞ്ഞാൽ റിസൾട്ട് യൂസർ ലോഗ്ഡ് ഇൻ ട്രൂ ആണ്, യൂസർ ID ആണ്, യൂസർ ഇമെയിൽ ആണ്. ഇതൊക്കെ നമ്മൾ ഒരു അറേയിലേക്ക് സെറ്റ് ചെയ്തു. ഈ അറേ നമ്മൾ സെഷനിലേക്ക് സ്റ്റോർ ചെയ്തു. ഈ ഫംഗ്ഷൻ നമ്മൾ കൺട്രോളറിൽ വിളിക്കുമ്പോൾ നമുക്ക് യൂസർ ലോഗിൻ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്നത് ഈ റിസൾട്ട് എന്നുള്ള അറേയാണ്. ആ അറേയിൽ ലോഗിനൊക്കെ ട്രൂ ആണ്. അപ്പം ഇത് ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും സബ്മിറ്റ് ചെയ്ത വാല്യൂസൊക്കെ കറക്റ്റായിട്ട് യൂസർ പ്രോപ്പറായിട്ട് ലോഗിൻ ആയിട്ടുണ്ട് എന്ന് നമുക്ക് അതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതായത് സബ്മിറ്റ് ചെയ്ത വാല്യൂ എങ്ങനെ കിട്ടണേ, ആ സെഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനോട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.
നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തു നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ സബ്മിഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. പിന്നെ യൂസർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ സെഷനിൽ സ്റ്റോർ ചെയ്ത് ഒരു ലോഗ് ഔട്ട് ക്രിയേറ്റ് ചെയ്യണം, അതെങ്ങനെയാണ് അടുത്തതിൽ പഠിക്കാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കമൻസ് അയയ്ക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊക്കെ അങ്ങനെ അറിയാൻ പറ്റും. താങ്ക് യു.